പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് 1757 ജനിച്ച് 1827 മരിച്ച ഒരു അമേരിക്കൻ കവിയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് വില്യം ബ്ലേക്ക്. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമുണ്ട്, ദ മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ, നരകവും സ്വർഗവും തമ്മിലുള്ള കല്യാണം എന്നാണ് ആ കവിതാ സമാഹാരത്തിൻ്റെ പേര്. അതിലൊരു കവിതയുണ്ട്. ആ കവിതയിൽ അദ്ദേഹം പറയുന്നത്, എൻ്റെ അത്താഴത്തിന് ഏശയ്യായും എസെക്കിയേലും വന്നു. ഏശയ്യായും എസെക്കിയേലും പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട പ്രവാചകന്മാരാണ്. രണ്ടുപേരും വളരെ ശ്രദ്ധേയമായ പ്രവാചക ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളവരുമാണ്. വളരെ പ്രമുഖരായ ഈ രണ്ട് പ്രവാചകന്മാരും വില്യം ബ്ലേക്കിൻ്റെ അത്താഴത്തിന് വരുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത്. അത്താഴത്തിന് അവർ വന്നപ്പോൾ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ വില്യം ബ്ലേക്ക് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് മര്യാദകേടാണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റെ പേരിൽ സംസാരിക്കുന്നു, ദൈവം നമ്മളോട് പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു, ദൈവത്തെ കേട്ടു എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ ശരിക്കും ദൈവത്തെ എവിടെയാണ്, എപ്പോഴാണ് കണ്ടത്, കേട്ടത്? സാധാരണ മനുഷ്യരായ ഞങ്ങളാരും ദൈവത്തെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ കണ്ടു, കേട്ടു എന്ന് പറയുന്നത് എന്താണ്? അത് വലിയ തെറ്റിദ്ധാരണയും ദൈവദോഷവുമാകില്ലേ? ഇത് പറഞ്ഞപ്പോൾ എസെക്കിയേൽ നിശബ്ദനായിരുന്നു. ഏശയ്യ അല്പം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പ്രിയ സുഹൃത്തെ, ഞാൻ ഒരു ദൈവത്തെയും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. പക്ഷേ ഞാൻ കാണുന്നതിൽ എല്ലാം മറഞ്ഞു പോവുകയാണ്, നശിച്ചു പോവുകയാണ്. നശിക്കുന്നതും ചത്തൊടുങ്ങുന്നതുമായ എല്ലാം ഞാൻ കാണുമ്പോൾ എവിടെയോ അമർത്യമായത്, അനശ്വരമായത്, നിത്യമായത് ഉണ്ട് എന്ന ബോധ്യം എന്നിലുണ്ടാകുന്നു. അത് എന്നിൽ മന്ത്രിക്കുന്നതായി ഞാൻ അറിയുന്നു. എന്നിൽ ധാർമ്മിക രോഷം ഉണ്ടാകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം എന്നോട് സംസാരിക്കുന്നതായിട്ടാണ്. അത് ഞാൻ പ്രത്യാഘാതങ്ങൾ നോക്കാതെ, എന്തെല്ലാം എനിക്ക് സംഭവിക്കുമെന്ന് കരുതാതെ ഞാൻ എഴുതി, ഞാൻ സംസാരിച്ചു. ഇതാണ് ഏശയ്യ പറഞ്ഞത്. പറഞ്ഞു എന്ന് വില്യം ബ്ലേക്ക് എഴുതിയത്. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ എൻ്റെ ആത്മാവിൽ ദൈവം സംസാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ എൻ്റെ ആത്മാവിൽ നമുക്കൊക്കെ ധാർമ്മിക രോഷം ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഈ ധാർമ്മികമായ വലിയ രോഷം ഉണ്ടാകുന്നത്? ഒരാൾ അനീതി അനുഭവിക്കുമ്പോൾ, ഒരാളെ മറ്റൊരാൾ ആക്രമിക്കുമ്പോൾ, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കരമായ വേദനയും ഭയങ്കരമായ രോഷവും ഉണ്ടാകാറുണ്ട്. അതെവിടെ നിന്ന് വരുന്നു? അത് വരുന്നതിൻ്റെ ഉറവിടമാണ് പ്രവാചകന്മാർ ദൈവശബ്ദമായി കാണുന്നത്. നമ്മളൊക്കെ ഇത് പറയാറുണ്ട്, മനസ്സാക്ഷിയുടെ ശബ്ദം. മനസ്സാക്ഷിയുടെ ശബ്ദം എൻ്റെ ശബ്ദമല്ല, പക്ഷേ ഞാൻ എന്നിൽ കേൾക്കുന്ന ശബ്ദമാണ്. എന്നിൽ കേൾക്കുന്നതും എൻ്റേതല്ലാത്തതുമായ ശബ്ദം, അതാണ് പ്രവാചകന്മാർക്ക് ദൈവശബ്ദം. അതിൻ്റെ മറ്റൊരു പേരാണ് ധാർമ്മിക രോഷം. ആ രോഷം എന്നിലുണ്ടാകുമ്പോൾ ദൈവം എന്നിൽ സംസാരിക്കുന്നു. സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, പരസ്പര ആദരവിന് വേണ്ടി നമ്മൾ കൊതിക്കുകയും മുറവിളി വെട്ടുകയും ചെയ്യുമ്പോൾ എന്തിനാണ്, ആരെയാണ് നമ്മൾ ശ്രമിക്കുന്നതും ആരെക്കുറിച്ചാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നതും? അതാണ് പ്രവചനം, അതാണ് പ്രവാചകന്റെ ശബ്ദം എന്നാണ് വില്യം ബ്ലേക്ക് നമ്മോട് പറയുന്നത്. ഇതെല്ലാവർക്കും ഉള്ള ഒരു ഗുണമാണ്. ധാർമ്മികമായ ബോധം
സകല മനുഷ്യർക്കും അന്തർയാമിയായിട്ടുണ്ട്. എൻ്റെ മനസ്സിലുണ്ട്, എന്നിലുണ്ട്. എന്നിൽ എന്നേക്കാൾ വലിയ ശബ്ദവും എന്നേക്കാൾ ശ്രേഷ്ഠമായ സാന്നിധ്യവുമുണ്ട്. അത് കണ്ടെത്തുമ്പോഴാണ് ഞാൻ ധാർമ്മികനാകുന്നത്, ഞാൻ നവലവനാകുന്നത്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു സംഭവമുണ്ട്. യോഥാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഗരീസീം മലയുടെ മുകളിൽ കയറി നിൽക്കുന്നു. അവനവിടെ കയറി നിന്നെന്തിനാ? അവൻ്റെ കുടുംബത്തിലെ 70 പേർ ഒരു അധികാരിയാൽ കൊല്ലപ്പെട്ട് അവൻ ഒളിച്ചിരുന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതുകൊണ്ട് മലയുടെ മുകളിൽ കയറി നിൽക്കുകയാണ്. അങ്ങനെ കയറി നിൽക്കുമ്പോൾ അവനൊരു അഗ്നിപർവ്വതമുണ്ട്. ഒരു അഗ്നിപർവ്വതം അവൻ്റെ മനസ്സിൽ പൊട്ടിത്തെറിക്കാൻ പാവമായുണ്ട്. ആ ഗരീസീം മലയുടെ മുകളിൽ അവൻ ഷെക്കം നിവാസികളോട് പറഞ്ഞത് ഒരു കഥയായിരുന്നു. അഗ്നിപർവ്വതം പൊട്ടി വിരിഞ്ഞത് ഒരു കഥയായിട്ടാണ്. എന്ത് കഥ? മരങ്ങളുടെ രാജാവിനെ തെരഞ്ഞെടുത്ത കഥ. മരങ്ങളുടെ രാജാവായി ഫലവൃക്ഷങ്ങളൊന്നും രാജാവാകാൻ സമ്മതിക്കാത്തപ്പോൾ അവസാനം മുൾച്ചെടി മരങ്ങളുടെ രാജാവായ കഥ. ഈ കഥ ഉണ്ടാകുന്നത് ഒരു അഗ്നിപർവ്വതത്തിൻ്റെ അക്രമത്തിൽ നിന്നാണ്. അക്രമം തൻ്റെ മനസ്സിൽ ആടിക്കുഴഞ്ഞ് അത് ഉറഞ്ഞ് ഒരു കഥയായി വിരിയുകയാണ്. ഒരു കഥ എന്താണത്? കഥയ്ക്ക് എന്താ ശക്തി? അതാണ് ബൈബിളിൻ്റെ മനോഹാരിതയും അതിൻ്റെ അനന്യമായ ശക്തിയും. ധാർമ്മിക ശക്തിക്ക് മനുഷ്യനെ മാറ്റാൻ കഴിയും. മനുഷ്യനെ മാറ്റാൻ ശക്തിയുണ്ട് എന്നതാണ് തെളിയിക്കുന്നത്. മരങ്ങളുടെ രാജാവിനെ തിരഞ്ഞെടുത്ത കഥ ലോകത്തിൽ ഇന്നും എന്നും അറിയപ്പെടുന്നതാണ്. അധികാരത്തെക്കുറിച്ചുള്ള കഥയാണ്. അധികാരി ആരെയും ആക്രമിക്കാൻ അവകാശപ്പെട്ടവനാണെന്ന് ധരിക്കുമ്പോൾ അക്രമം ഉണ്ടാകുന്നു. ഈ അക്രമത്തിനെതിരെ ധീരമായ കഥയാണ് ധർമ്മത്തിൻ്റെ ശക്തിയുടെ, ധാർമ്മികതയുടെ, ധാർമ്മിക രോഷത്തിൻ്റെ കഥയായി അത് അവശേഷിക്കുന്നു. ഈ ധാർമ്മിക രോഷമാണ്, ഈ ധാർമ്മിക ശക്തിയാണ് മനുഷ്യ ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. മനുഷ്യ ചരിത്രം പുരോഗതിയുടെ ചരിത്രമാണ്, മനുഷ്യത്വത്തിൻ്റെ ചരിത്രമാണ്, സാഹോദര്യത്തിൻ്റെ ചരിത്രമാണ്, നീതിയുടെ ചരിത്രമാണ്, അക്രമത്തിനെതിരായ മാനവികതയുടെ ചരിത്രമാണ്. ആ ചരിത്രം ഉണ്ടാകുന്നത് ധർമ്മത്തിൻ്റെ കഥയിലൂടെയും കഥനത്തിലൂടെയും അതിൻ്റെ ജീവിതങ്ങളിലൂടെയാണ്. അതാണ് ന്യായാധിപന്മാരുടെ കഥയിൽ യോഥാം പറഞ്ഞ കഥയുടെ അർത്ഥം. അതാണ് സംസ്കാരങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് മനുഷ്യനെ സംസ്കാര സമ്പന്നരാക്കുന്നത്. അതാണ് അക്രമം കൈവിടിഞ്ഞ് മനുഷ്യൻ സാഹോദര്യവും സ്നേഹവും മനുഷ്യത്വവും ആദരവും മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോഴാണ് പ്രവാചകന്മാരുണ്ടാകുന്നത്. അത് കൊടുക്കാൻ കൽപ്പിക്കുന്ന കഥയുണ്ടാകുമ്പോഴാണ് പ്രവാചകന്റെ ശബ്ദം സമൂഹത്തിലും ലോകത്തിലും ഉയരുന്നതും കേൾക്കപ്പെടുന്നതും. അതാ മനുഷ്യനെ സ്വാധീനിക്കുന്നത്. ഈ മനുഷ്യത്വത്തിൻ്റെ ധാർമ്മിക ശക്തിയുടെ ബിംബമായി, പുസ്തകമായി ബൈബിൾ നിൽക്കുന്നതും അതുകൊണ്ടാണ്. അതിൻ്റെ ശക്തി ധർമ്മത്തിൻ്റെ ശക്തിയാണ്. അതാണ് പ്രവാചകന്റെ ശക്തി. ആ പ്രവാചക വചനം, അതിൻ്റെ സാധ്യത എന്നിലുണ്ട്, നിങ്ങളിൽ ഓരോരുത്തരുണ്ട്. അത് പ്രസ്ഫുല്ലമായി, കഥയായി, കവിതയായി, മനുഷ്യരോടുള്ള സഹവർത്തിത്വത്തിൻ്റെ ആദരവായി, മനുഷ്യ സ്നേഹമായി പൊട്ടി വിരിയുമ്പോഴാണ് നമ്മൾ സംസ്കാരമുള്ളവരാകുന്നതും നമ്മൾ ധാർമ്മികരാകുന്നതും ധർമ്മത്തിൻ്റെ സംസ്കാരം ലോകത്തിൽ ഉണ്ടാകുന്നതും വളരുന്നതും മനുഷ്യത്വം പൂവിടിയുന്നതും മനുഷ്യത്വത്തിൻ്റെ മാനവികത ഉണ്ടാകും. അതുണ്ടാക്കാൻ നമുക്കെല്ലാവർക്കും ഈ പ്രവാചക കർമ്മം, പ്രവാചക സാധ്യത എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.